ചോട്ടെ കൊടുക്കുന്നത് എന്താ കഴിക്കാൻ ഇങ്ങനെ മതി വീഡിയോ എടുക്കാൻ നീ ഇന്നപ്പോഴാണ് എഴുന്നേറ്റാ എൻ്റെ മുടി ഉണങ്ങിയിട്ടില്ലോ ആ എന്നോട് 4 മണി ഓ ഭയങ്കരം വിശ്വസിച്ച് ആ ആ നാളെ ചേച്ചാച്ചി ഇല്ലല്ലോ പാര് വിളിക്കും ഷൂ നേരെ ഇട്ടേ ഷൂ നേരെയല്ലേ ഇട്ടേക്കുന്നത് പിന്നെ സാധനം ആ എന്നാണോ ഞാൻ കൈതാ എന്നാ ചോദിച്ചാ നീ എന്നാ ചോദിച്ചാ വർത്താനം പറയാൻ സമയം ഉണ്ടോന്നോ നമുക്ക് ആലോചിക്കാം മീനാന്ന് പറഞ്ഞില്ലേടി കപ്പയും മീനും രാജപ്പനുണ്ടല്ലേ ഹലോ ഹലോ ഇല്ല എഴുന്നേറ്റില്ല ആ അത് സാരില്ല എഴുന്നേക്കാത്തവരെയൊക്കെ നീ എഴുന്നേപ്പിക്കുവോ ആ പിന്നെ ആ അതേ വന്നു ഇതാരാ കഴിഞ്ഞ ദിവസം എന്നും ഏതൊക്കെയാണെന്ന് ചോദിച്ചാടി ദോശയും കഴിക്കും ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചില്ല കറിയോ എന്നാന്ന് അറിയത്തില്ല ഉണ്ടാക്കി വെച്ചേ ഉള്ളൂ കഴിക്കണം കടല കഴിഞ്ഞ ദിവസം ഇപ്പൊ ചമ്മന്തി പോകോ ഇത് ചമ്മന്തി ബസ് വരും ആ നീ പറ വേണേ ഞാൻ മറന്നുപോയി മോടെ പേര് നീ പറ നിനക്കറിയത്തില്ല പോകോ അത് നാരായണി പോയി ഓടിക്കും നാരായണി കൊണ്ട് പോയി പോയി സ്കൂളിൽ എടി നിനക്ക് അവളുടെ പേരറിയത്തില്ലേടി ഞാൻ പറയാമല്ലോ ആ അതാണ് നമ്മുടെ എന്നാ ആതിര ചേച്ചി അറിയത്തില്ല ആതിര ചേച്ചി അതാ മോള് ആ ആതിര ചേച്ചി മോള് പിള്ളേര് ആതിര ചേച്ചിയുടെ മോളാണ് വേറൊരു കൊച്ചുള്ള ആ കൊച്ചിൻ്റെ പേര് ആ കൊച്ചിൻ്റെ പേരാ മറന്നുപോയെന്ന് പറഞ്ഞു എനിക്കറിയാമെങ്കിൽ വേണ്ട എനിക്കറിയത്തില്ല കുട്ടിക്ക് ഞാൻ എനിക്ക് ആ പേര് പറയുന്നില്ല ഇത് നിൽക്കുന്നു കൈതാ മഞ്ഞ് ഇന്ന് വേറൊരു കാലാവസ്ഥയാണ് സമയമായോ ശരിക്കും നേരം വെളുത്തോ തോന്നില്ലല്ലോ മൊത്തം മഞ്ഞാണ് അതിൽ ചേച്ചിടിയോ എനിക്ക് ആ കൊച്ചിൻ്റെ പേര് മറന്നു പോയി ഞാൻ മറന്നു നാരായണ ചോദിക്കാം നമുക്ക് വേണ്ടേ നാരായണോട് ചോദിക്കണോ ആ എന്നാ ചോദിക്കാം താഴെ നിൽക്കുന്നുണ്ടാവും അവള് ബസ് കയറാൻ വേണ്ടി ഉണ്ട് ഒരാള് ഒരു കുഞ്ഞുണ്ട് ഒരു കുഞ്ഞു കൊച്ചിന്റെ പേരാണ് നാരായണി പറയും നാരായണി പറയുമെന്ന് പറഞ്ഞില്ലേ
ആ പറഞ്ഞു ആഴ്ചയിലെ പിള്ളേർ ആഴ്ച കൂടെ ഉണ്ട്. ബസ്സൊന്നും വന്നില്ല. ഇന്ന് തിങ്കളാഴ്ചയല്ലേ, ബസ്സൊക്കെ രാവിലെ ഇച്ചിരി താമസിക്കും. വിജയമ്മ ഇന്ന് കണ്ടില്ലല്ലോ. എവിടെ ബസ്സോ? അത് വേറെ. ഇത് മോനച്ചൻ ചേട്ടൻ്റെ മോൾ ആതിരി ചേച്ചി, മറ്റേ ചാന്തു ചേച്ചിയുടെ മോനച്ചൻ ചേട്ടൻ്റെ കൊച്ചി. മോനച്ചേട്ടൻ ഇപ്പോൾ കയറിപ്പോയെ. മോനച്ചൻ ചേട്ടനാണ് ഇപ്പോൾ കയറിപ്പോയെ. മോനച്ചൻ ചേട്ടൻ്റെ ഭാര്യയുടെ പേരാണ് ചാന്തുമ്മ. മോളുടെ പേരാണ് അത് വീട്ടിലുണ്ട്. ഇപ്പം ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന നേരത്തെ. ഇപ്പം അവർ താമസം മാറി വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. അവരിപ്പോൾ ഇങ്ങോട്ട് അമ്മ പിള്ളേരുടെ പേര് ചോദിച്ചാൽ ഇടുക്കി. ഞാൻ ഇടുക്കി ചുമ്മാ ഇടിക്കും. കാറാ കൊച്ചി ചേച്ചി പോന്ന. ചേച്ചി സ്കൂളിൽ പോവാ കാറേ. മൊത്തം പൊളിച്ചോ? എടി ആതിരയുടെ കൊച്ചിൻ്റെ പേരനാടി അറിയത്തില്ലേ? നമുക്ക് അറിയത്തില്ല. നമുക്ക് ജയോട് ചോദിക്കാം പോയിട്ടെ. ആ അല്ല പിന്നെ വലിയ അത്യാവശ്യം നമുക്ക് അറിയത്തില്ലാത്ത ഞങ്ങളെങ്ങനെ ഇപ്പോൾ പറയുന്നത് ഉണ്ടായിരുന്നു. ചപ്പാത്തി ഉണ്ടാക്കിയോ? ചപ്പാത്തി ഇങ്ങോട്ട് കയറി നിൽക്കും വണ്ടി കഴിഞ്ഞു. ഇത് കാക്കയെല്ലാം വന്ന കേട്ടോ. ആ ചേട്ടൻ വന്നപ്പോൾ കറക്റ്റ് കാക്ക. അത് മറ്റേ വണ്ടി നമ്മുടെ കുട്ടിക്കാനത്തുനിന്ന് വണ്ടി ഇറങ്ങി വരുമ്പോഴത്തേനും ബ്രേക്ക് പിടിച്ച് ഇറങ്ങി വന്നിട്ട് അതിൻ്റെ ഇത് കത്തുന്നതാണ്. അതിൻ്റെ മണമാണ് ബ്രേക്ക് പിടിച്ചതിൻ്റെ. കാക്ക മറ്റേ ചേട്ടൻ വന്നപ്പോൾ വന്നാ. ഇപ്പോൾ പോയ ചേട്ടനില്ലേ, ആ ചേട്ടനെ വന്നപ്പോഴത്തേനും കാക്കയെല്ലാം കൂടെ കൂടി. രാവിലെ തന്നെ അണ്ണൻ്റെ അടുത്ത്. അണ്ണനല്ല അണ്ണൻ. അത് വീടല്ല, അത് കടയാ. കടയും വീടും എല്ലാം ഉണ്ട് അവിടെ. വീട് ഇവിടെ അല്ലടി, അവിടെ വേറെ അങ്ങ് ദൂരെ. ദൂരെന്ന് വെച്ചാൽ ഒങ്ങ് ദൂരെ. സ്കൂളിൽ പോന്നു. ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. പോട്ടെ. ഒരു ബസ് വരുന്നുണ്ടോ? നിൻ്റെ ആണോ?
മഞ്ഞ സീറ്റൊക്കെ അടിപൊളിയാണല്ലോ. ഈ കുട്ടിക്കാനം പോലെ കിഴക്കൻ ഭാഗത്തോട്ട് അല്ലെങ്കിൽ കുമളി കട്ടപ്പന അങ്ങോട്ടൊക്കെ പോകാൻ ഈ ഏറ്റവും നല്ല സമയം ഇതാണ്. അതായത് തലേ ദിവസമൊക്കെ മഴയൊക്കെ പെയ്തിട്ട് രാവിലെ ആകാശമൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നൊരു സമയമുണ്ടല്ലോ. ഈ സമയത്ത് പോയാൽ നല്ല അടിപൊളി മഞ്ഞ് കാണാം രാവിലെ. നല്ല മഞ്ഞായിരിക്കും, എല്ലായിടത്തും മഞ്ഞായിരിക്കും, നല്ല രസമായിരിക്കും. മഴ മൊത്തത്തിൽ മാറിക്കഴിഞ്ഞാൽ അത്ര മഞ്ഞൊന്നും കാണത്തില്ല. മഴ വേണം, എന്നാൽ എപ്പോഴും മഴയായിരിക്കുകയും ചെയ്യില്ല. കട്ടപ്പന ഒരു ദിവസം രാവിലെ ഞാൻ ജപിക്ക് പോകാൻ വേണ്ടി പോയിട്ട് എനിക്ക് ബസ് കിട്ടിയില്ല, ബസ് പോയി. അപ്പം ഞാൻ പെരിയാർ വരെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ഒരു ബസ്സിനാണ് വരുന്നത്. അന്നിങ്ങനെ വീഡിയോ ഒന്നും എടുപ്പില്ല, വല്ലപ്പോഴും ഇടയ്ക്ക് മുട്ടിനൊക്കെ എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടുമ്പോൾ എടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ എടുത്തപ്പോഴത്തേനും ഇങ്ങോട്ട് നല്ല മഞ്ഞായിരുന്നു. ഇതുപോലത്തെ ഏതോ ഒരു സമയത്താണെന്ന് തോന്നുന്നു. അടിപൊളി രസമായിരുന്നു. ആ വീഡിയോ ഉണ്ട്. അതുപോലെ ഒരു തവണ ശ്യാമളമ്മയൊക്കെ കിളങ്ങാട്ടി താമസിച്ചിട്ടുണ്ട് നേരത്തെ, ശാംഭവി കുഞ്ഞായിരിക്കുമ്പം. അപ്പം കൊടുങ്ങാന്ന് പറയുന്ന സ്ഥലത്ത് താമസമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പ്രാവശ്യം രാവിലെ ഞാൻ അവിടെ പോയി കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു ബസ്സിൽ ഇതുപോലെ ഒരു വീഡിയോ എടുത്തു. ആ വീഡിയോ ഇതുപോലെ നല്ല രസമാണ്. കാരണം രാവിലെ ഇപ്പോഴൊന്നും അങ്ങനത്തെ ഒരവസ്ഥ, അന്ന് വണ്ടിയൊക്കെ കളറൊക്കെ മഞ്ഞ കളറും എല്ലാ കളറും അടിക്കാം. അപ്പോൾ ആ സമയത്ത് എടുത്ത ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇപ്പം നോക്കുമ്പം ഒരു പ്രത്യേകതയാണ്. അന്നത് കാണാനില്ല അങ്ങനത്തെ ഒരവസ്ഥ. അന്നൊക്കെ ബസ് യാത്ര ചെയ്തുകൊണ്ടിരുന്നവരും അന്നത്തെ തിരക്കും അന്നത്തെ ഒരു സെറ്റപ്പും ഇന്നത്തെ ഒരു ഇതും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമായിപ്പോയി. ഒന്നോ വണ്ടി ഒന്നുമില്ല. 10-11 എന്നാ ദേവപ്രശ്നവും പരിപാടികളും 10-ാം തീയതി. പത്തോ രണ്ടോ ഒരു 1000 രൂപ കുറഞ്ഞിട്ട് എന്നാ കാണിക്കും. അങ്ങനെ പറയുന്നല്ല പറഞ്ഞേ, കുറയും. ഇവിടെ കിടന്നിട്ട് എന്നെ അലമ്പ്. നേരം കൊണ്ടാക്കാൻ അവനോട് ഇല്ലല്ലോ. ആ ഉണ്ടായിരുന്നോ? ഓ, അവളുമാരത് കഴിച്ചേനാണോ നീ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? നീ കഴിച്ചതിൻ്റെ ബാക്കിയല്ലേ? എന്നാ കൂ ആ കറിക്കോ പറഞ്ഞ കേക്കടാ, നാണക്കേടാ. കയറടാ സിംബ, കയറ്. ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണേ. എന്നാ അങ്ങോട്ട് ചെന്നിട്ട് അവൻ അങ്ങ് കയറി കടിക്കും. പറഞ്ഞേക്കാം, പൊക്കോ. നോക്കൂ, ഭയങ്കര ബഹളം ഇവിടെ. അടുത്തത് കയറിപ്പോ. എൻ്റെ അമ്മച്ചോ, സമയം എത്രയാ നോക്കട്ടെ.
സുന്ദരി ഒന്ന് പറയൂ പ്രാണസഖി. ഇപ്പൊ എപ്പോഴും ഈ ഷർട്ടുള്ളോ ഇടാൻ തുടങ്ങിയപ്പോ തൊട്ട്? നീര പിടിച്ചോണ്ടാ. നീരം പിടിച്ചോണ്ടാണോ? ആ മീനെ പനിയുണ്ടല്ലോ. വരുമല്ലേ? ഞാനില്ല. ഞാൻ ഇപ്പൊ വിളിക്കാം. ചീത്തരക്ക് ഇവിടെ വരുന്നില്ലേ? ഇല്ല. ഞാനത് പിന്നെ ഓ ഉമ്മ ഇവിടെ ഇരിക്കാം. ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ മതി. അപ്പളങ്ങ വേണോ? അപ്പളങ്ങ ഇന്നലെ അവിടെ ഇരുന്നോണ്ട് ഞാൻ നോക്കിയപ്പോ മാങ്ങയാണെന്ന് എനിക്ക് തോന്നി. വച്ചേ ചെരുപ്പിന്റെ അടി സൈഡ് എല്ലാവരും ഇതായിട്ടിരിക്കുന്നു. അതല്ലേ കോവലുണ്ട്. ആ ഇപ്പൊ ഒന്നുമില്ല, എല്ലാം പോയി കിടക്കും. നമ്മളെ പുതിയ ചെറുതാ എടുത്തോടി. പിന്നെ ആണോ? ഞാൻ മീനാണ് ഇവിടുന്ന് റെഡിമെയ്ഡ് എടുക്കാം. അവിടെ കുറെ തുണികളുണ്ടല്ലോ കൊടുക്കുന്നുണ്ട്. റെഡിമെയ്ഡ് എടുക്കും. ഓഹ് എന്റെ പൊന്നെ, എന്തിനാണ് ഈ കാലിങ്ങനെ എഴുതുന്നേ? കുളിക്കുന്നല്ലോ, അതുകൊണ്ട് കാലിൽ കഴിയട്ടെ. ആ ചെരുപ്പല്ലേ അമ്മ ഇടുന്നേ? അമ്മ റോസ് ചെരുപ്പിടുന്ന ആയിട്. ഏതെങ്കിലും ഇടട്ടെ. ഭയങ്കര പാടാ കേട്ടോ പോറ്റാൻ. സമ്മതിക്കണം. അതെ, നല്ല ശേമ്പുണ്ടോ ഇതിനകത്ത്? ഇതാ മീനിട്ട് കൊടുക്കുക എല്ലാവർക്കും. നല്ലതൊക്കെ തന്നെ ഇങ്ങനെ ആയിപ്പോയതാ. ചിലപ്പോൾ എടുത്ത് വെച്ചാ ശരി. എന്നാലേ പിന്നെ ആ നിങ്ങളുടെ ഇതില്ലല്ലോ. ഞാൻ സൂത്രം കണ്ടില്ലല്ലോ. കയറി ഒന്ന് നോക്കണമെന്നുണ്ടായിരുന്നു. കയറി നോക്കിയിട്ട് പറ്റും മോളെ. ഈ സൂത്രം നോക്കിയിട്ട് പറ്റും. അല്ലാതെ എന്നാ അത് ഞാൻ കൊണ്ട് സൂക്ഷിച്ചു വെച്ചൊന്നുമല്ല. ഞാൻ ഒന്നുമല്ല. ഓ വേനൽ വെയിലടിക്കുമ്പോൾ ചൂടുണ്ട്. ഉച്ചക്കൊക്കെ രാവിലെ രാത്രിയിലൊക്കെ നല്ല. അവിടെ വന്നിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് വന്നാൽ പോരെ? ഇവിടെ വന്നിട്ട് അവിടെ വിളിച്ചാൽ മതിയല്ലോ. വിളിച്ചാൽ മതി. വിളിച്ചാൽ ശ്യാമളമ്മ ബൈക്ക് ആയിട്ട് വരും. ബൈക്കല്ല, ഓട്ടോയ്ക്ക് വരുന്നത്. ഞാൻ സ്കൂട്ടറുമായിട്ട്. ബൈക്കാണോ വരുന്നത്? പിന്നല്ലേ ചേച്ചാച്ചനെ കൊണ്ടിരുന്ന അങ്ങനെയല്ലേ എല്ലാ ആഴ്ചയും. ഇതേ ആ അമ്മായിയുടെ അടുത്ത് എന്തെങ്കിലും ഒന്ന് പോകും കേട്ടോ. ആ അവിടെ ഒരു അമ്മായി ഉണ്ട് ശ്യാമളകര. പോവുകയല്ലോ പക്ഷെ കാണാൻ. പുള്ളിക്കാരി വയ്യ കിടക്കുക. ആ പോയി കണ്ടു. അപ്പോൾ വിളിച്ചു പോയില്ല. ഞാൻ പൊക്കോളാം, തന്നെ പൊക്കോളാം, ഞാൻ ബില്ല് പുള്ളി. കഴിഞ്ഞ പ്രാവശ്യം പുള്ളിക്കാരി പോയി. എല്ലാ ആഴ്ചയിലും താഴെ ഉണ്ട് ശ്യാമ. ഒന്ന് കയറി അങ്ങോട്ട് പോയിട്ടില്ല ഇതുവരെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ശ്യാമ ഞങ്ങൾ പോകുന്നുണ്ട്, തിങ്കളാഴ്ച വരുന്നുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഇന്നലെ അങ്ങോട്ട് ഉണ്ണിയെ ഇവിടെ മുണ്ടക്കത്തൂർ കണ്ടപ്പോൾ അവൻ്റെ വണ്ടിക്ക് കയറി പോയി കണ്ടിട്ട് താഴെ ഇറങ്ങിപ്പോയി മോടടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ പറഞ്ഞു പോകാൻ, പോയില്ല. ഇന്നും പോകത്തില്ല. ഇന്ന് പോകത്തിരുന്നോ? എന്നാ പറഞ്ഞിട്ട് ഇറങ്ങിയത്? ചേട്ടാൻ എൻ്റെ വണ്ടിക്കൂലി എല്ലാം തന്നു വിട്ടത്. അമ്മയെ ഇപ്പൊ കാണാൻ. പിന്നെ ഞാൻ എത്ര ദിവസം ഉണ്ടെന്ന് അമ്മയുടെ അടുത്ത് പോകണം. ഇന്ന് പോവാ? അപ്പം ഇന്ന് അമ്മയുടെ അടുത്ത് പോകാനോ? മോഞ്ചനെ കണ്ട ചതുവഴി അമ്മയുടെ അടുത്ത് പോകും. ഓ വയ്യ എനിക്ക്. ഞാൻ ഇത് ഉറങ്ങിയിട്ടില്ലേ, 1:30-2 മണിയായി. പിന്നെ ഓ പൊക്കോ. വേണ്ട, അമ്മയുടെ അടുത്ത് ഞാൻ പിന്നെ പൊക്കോളാം. ജയം കൂട്ടി പൊക്കോളാം. പിന്നെ ഞങ്ങൾ പോകത്തില്ല. ശ്യാമള പോയില്ലല്ലോ, ഞാൻ പോകും. അത് തന്നില്ല, തന്നാലല്ലേ എടുക്കാൻ പറ്റുള്ളൂ.
ഒന്നും പറഞ്ഞില്ല. അവനോട് ചോദിക്കണം, അവന് വേണ്ടെന്ന് പറഞ്ഞു. ആഹാ, നമ്മളോട് പറഞ്ഞ അമ്മ പോടി വേണ്ടാതെ നീ പോയാടി ഉമ്മ. അമ്മായി വിളിച്ചോണ്ട് പോയതിനെ അടിവശം താളുകൾ നടക്കുന്നത് വൃത്തിയോട് മുഖത്ത് നോക്കിയാലേ ഉള്ളൂ പോകുന്നു. അതാ പറഞ്ഞേ, മുഖത്ത് നോക്കിയാലേ വൃത്തിയോടുള്ളൂ. പാൻറ്റ് 90 84 വയസ്സായെന്നുള്ളൊരു വിചാരമില്ല. ഭയങ്കര യുദ്ധമാണ് ഇതൊന്നും നടപടിയില്ല. ജയച്ചാച്ചിന് ഒരു അവാർഡ് കൊടുക്കണ്ട സർക്കാർ. പയ്യെ ഇറങ്ങി പോടിയവേ ചെയ്ത് ദേഹമൊക്കെ അനങ്ങട്ടെ. ധൃതിയൊന്നും ഇല്ലല്ലോ, പയ്യെ പോയാൽ പോരെ. അത്യാവശ്യമൊക്കെ ഉണ്ടോ പിന്നെയും കുഴപ്പമില്ല. വല്ല അത്യാവശ്യം ഉണ്ടോ കുഴപ്പമില്ല, പയ്യെ പോയാൽ പോരെ, സമയമുണ്ടല്ലോ. ഒന്നുമില്ല. പക്ഷെ അവളമ്മ ചുരിദാർ ഇട്ടത് കൊള്ളാവോന്ന്. കൊള്ളാം. കൊള്ളത്തിലേക്ക് ഒരു കാര്യം ചെയ്ത് ഊരി കളഞ്ഞേക്ക്. ഒരു കളയണ്ട എനിക്ക് തന്നേക്കുന്ന നമുക്കേ ചുരിദാർ ഇടപ്പോഴേ ഇടുമ്പോഴും കൊള്ളാവോ ഇല്ലെങ്കിൽ എനിക്ക് തന്നേക്ക്, ഞാൻ ഇട്ടുകൊണ്ട് നടന്നോളാം. ബസ് ഇരുന്ന് പഴം തിരുന്ന് 2 എണ്ണം. വാ, ഓട്ടോ വേണോ? കുറച്ചുള്ള അമ്മ, നല്ല നിരപ്പാ, കയറ്റം ഉറക്കോ ഒന്നുമില്ല. എനിക്കത് ഇന്നെ എടുക്കണ്ടേ? എന്നോട് പഠിച്ചതല്ലേ, അപ്പൊ കാണണ്ടേ? നടക്കും മാതാവേ. നാട് അവിടെ ഒന്ന് അമ്മായി കണ്ടോ? ഇവിടെ കുറച്ച് അമ്മായിക്ക് കാണാൻ ഓടുന്നത് പൊങ്ങി നിൽക്കുന്ന ഒരു മരം പോലെ. ഓ അതില്ല, അതെ ഞാനേ ഒന്നരാടം നിന്ന് വരുമ്പോഴേക്കും അവിടെ തൂക്കുന്നല്ലേ. അപ്പോൾ ഞാനിപ്പോൾ മോന് എറണാകുളത്തിന് പോയി. അവരമ്മ മക്കളും തന്നെയല്ലേ ഉള്ളൂ. സന്ധ്യ അവിടെ ആണെങ്കിലും വീട്ടിലെത്തണ്ട ഞാൻ. അതിനകത്തോട് ഒഴിച്ചു കൊടുക്കും. ഇവിടെ കിടന്ന കല്ലെല്ലാം കൊടുത്തു.
ഇവിടെ പതിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പം അന്നേരം പതിപ്പിക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് അത് കൊടുത്തു. കൊണ്ട് അത്രയും ഏരിയ ഫ്രീ ആയി. ഇനി അതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് ചെടിച്ചട്ടിയൊക്കെ അവിടെ വെക്കണം. മഴക്കാറ്, നല്ല മഴക്കാറ്. വെയിലേ ഉണ്ടായിരുന്നില്ലെന്ന്. പോകാമോ? ഫോൺ എടുത്തോ? കൊണ്ടുവരാൻ പറ്റിയാലെങ്കിൽ അത് കുഴപ്പമില്ല, ഞാൻ എടുത്തോളൂ. പിന്നെ അതൊന്നും കുഴപ്പമില്ല. നാരായണിയുടെ ഇതിന്റെ വെയിറ്റ് കാണണം. അയ്യോ, അതിനേക്കാളും ഉണ്ട് കൊച്ചിന്റെ. അത്രയും ഇതിന്റെ മൂക്കൽ എന്നാ ഇത്? സിന്ദൂരോ? ഉണ്ട്. വരാം കേട്ടോ. എന്താ വാ? പഴക്കം വരുന്നു. ഞാൻ വെയിലില്ലാത്ത എല്ലാ വീട്ടിലും പോവോ പൂച്ചേ? ഇവിടെ എല്ലാം മഞ്ഞാണ്ടോ? മഞ്ഞ് കയറി. അല്ലേ? ആ, എന്നാ ഒരുമിച്ച് വാ. ഓക്കെ. അമ്പലത്തിനവിടെ എല്ലാവരും വൃത്തിയാക്കുന്നുണ്ടല്ലോ. ഉത്സവമൊക്കെ ആകാറായി. ഇത് കുറച്ച് ഒന്നിൽ ആൾക്കാരായതിൻ്റെ ഇതായിരിക്കണം. ഇവിടെയാണ് ഞങ്ങൾ പൊങ്കാല ഇടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പൊങ്കാല ഇട്ടില്ല. കാക്കമ്മ മരിച്ച് കഴിഞ്ഞ വർഷമാണോ? അല്ല, എന്തോ ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൊങ്കാല ഇട്ടില്ലായിരുന്നു. അമ്പലത്തിൽ വന്ന് പൊങ്കാല ഇട്ടില്ല. ഈ പ്രാവശ്യം പൊങ്കാല ഇടണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കട്ടെ. ഈ ഗ്രൗണ്ടിലായിരിക്കും, നല്ല രസമാണ്, അടിപൊളി. ഇതുപോലൊന്നുമല്ല, ഭയങ്കര വെയിലായിരിക്കും അന്നേരം. ഇവിടുത്തെ കളയൊക്കെ വെട്ടിയോ? കളയൊക്കെ വെട്ടി കഴിയുമ്പോൾ നോക്കിയ ഒരു ഭംഗി. ഇങ്ങനെ കള പിടിച്ച് കിടക്കുമായിരുന്നു. ഇവിടെ വഴിയരികിൽ മൂത്രമൊഴിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. മാലിന്യം വിട്ടാൽ നടപടികൾ ഉണ്ടാകും. ഇത് കേരളമാണെങ്കിൽ ഇവിടെ ഞങ്ങൾ മാലിന്യമിടും. കേരളത്തിൽ നല്ല ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്നൊരു പ്രതിഭാസമാണെന്ന് തോന്നുന്നു ഈ മാലിന്യം കൊണ്ടുവന്ന്. ഇടരുതെന്ന് പറയുന്നിടത്ത് മാത്രമേ ഇടത്തുള്ളൂ. ഇവിടെ പിന്നെ അങ്ങനൊന്നുമില്ല. പിന്നെ എന്താ, ഇവിടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ വരുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങോട്ടൊക്കെ കയറി പിള്ളേരൊക്കെ ഓരോന്നൊക്കെ കഴിച്ചിട്ടും അതും ഇതൊക്കെ ഇടുകയൊക്കെ ചെയ്യും. ആ സമയത്ത് ഇവിടെ ഇച്ചിരി മാലിന്യം കൂടുതലാണ്, പ്ലാസ്റ്റിക്കൊക്കെ. കോട്ടയം ബസ് ആ കൊച്ചിനെ വിളിക്കാൻ പോകാം. ഇവിടെ ബസ് വരാൻ സമയമായി. ഇവ വരുന്നുണ്ട് ബസ്. എൻ്റെ പൊന്നെ, ഞാനൊരു താമസിച്ചിരുന്നു.
അയ്യോ എനിക്ക് വയ്യ. നിന്റെ കൂട്ടുകാരല്ലേ, പിന്നെ എങ്ങനെ ആകാതിരിക്കും. ഇന്നും ഉണ്ടായിരുന്ന പ്രാക്ടീസ്. ഓക്കെ അമ്മച്ചി എന്തൊക്കെ സാധനങ്ങളുണ്ട്. എപ്പോഴാണ് നീ ഫുട്ബോൾ പോകുന്നത്? 4 മണിക്കോ? ഓടി ഇപ്പൊ തന്നെ 3:49 വാ. എന്താ പൊന്നെ ഓടണ്ട. മഴ അങ്ങോട്ട് വിളിക്കില്ലെന്ന് വേണ്ടെന്നോ? നീ ഓട് നിക്ക്. 4 ആയില്ല, ഇനി സമയമുണ്ട്. നാരായണൻ്റെ ബസ്സല്ലേ? അല്ലല്ല, പിള്ളേരുടെ കൊച്ചു പിള്ളേരുടെ. ദൈവമേ അവിടെ ഓടിപ്പോയി. നമുക്ക് ഫുട്ബോളിൻ്റെ ക്ലാസ്സുണ്ട്. ഫുട്ബോളിൻ്റെ ക്ലാസ്സുണ്ട്, ട്രെയിനിങ് ഉണ്ട്. 4 മണിയാകുമ്പോൾ ഇപ്പോൾ സമയം 3:51. എല്ലാം കഴിച്ചിട്ട് പുള്ളിക്കാരിക്ക് പോകാനുള്ള പ്രാക്ടീസ് ഉണ്ട്. അവർക്ക് പ്രാക്ടീസ് ഫുട്ബോളിന് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടി ഓടുക. അയ്യോ പോ, എനിക്ക് വയ്യ അത്രയും പുറകെ ഓടാൻ വേണ്ടി. അവൾ ഓടട്ടെ, അവൾക്കിനെല്ലാം നല്ല പ്രാക്ടീസ് വേണമല്ലോ. പതുക്കെ തിന്നാൽ സമയമുണ്ടതേ, ഇനിയും കിടക്കുന്ന സമയം കേട്ടോ. ഇല്ല, കല്യാണത്തിന് വെച്ച് കൊടുക്കണം അമ്മയ്ക്ക്, എന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഇല്ല, ഓക്കെ. ബായ്, പോട്ടെ, ടാറ്റാ. ശേ, ഞാൻ എന്തൊക്കെ എടുക്കാൻ മറന്നു. ഫോണുണ്ട്. ഞാൻ അമ്മയൊക്കെ ചേച്ചാച്ചൻ്റെ അമ്മാവൻ്റെ വീടുണ്ട്, ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോയാൽ മതി. അപ്പോൾ അവിടുത്തെ അമ്മായിയെ കാണാനായിട്ട് അവർ രണ്ടും കൂടെ അങ്ങോട്ട് പോയി. ഞാൻ പോയില്ല, പിന്നെ പോകണം. അപ്പോൾ അമ്മാവ് മരിച്ചുപോയി, കാക്കമ്മയുടെ ആങ്ങളെയാണേ. കാക്കമ്മയുടെ ആങ്ങളെ മരിച്ചുപോയി. അപ്പം ഞങ്ങളുടെ ഭാര്യയുണ്ട്. അപ്പോൾ അവർ ആ അമ്മായിയെ കാണാൻ വേണ്ടി അമ്മയും എൻ്റെ അമ്മായും കൂടെ അങ്ങോട്ട് പോയേക്കുക. അപ്പോൾ അവരിപ്പം വന്നിട്ട് ഇത് എവിടെ ആ ടൗണിൽ നിൽപ്പുണ്ട്. എന്നോട് ചെല്ലാൻ പറഞ്ഞു. ഇറങ്ങി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചത്. അതിന് മുന്നേ വിളിക്കുമായിരുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് ഒന്ന് സെറ്റ് ചെയ്ത്. ഇപ്പം ഞാൻ വന്ന കൊച്ചിനെ കൊണ്ട് വന്നതേ ഉള്ളൂ. ഓടുവാ. എന്താണിവിടെ? കൊച്ചു പോയി കാണും അല്ലേടി? ഏത് കൊച്ചാ? പിന്നെ അവളെ പോയി കാണും. ജയ ഒന്നും കണ്ടില്ലേ? ജയ ശ്യാമളമ്മ അവിടെ ഉണ്ടായിരുന്നല്ലോ ഉണ്ടൊക്കെ. കിട്ടിയോ?
നാളത്തെ കോടികൾ. അവക്കത് മതി. പക്കാവട അല്ല, വേറെ ഉണ്ടല്ലോ. കപ്പയും ഉണ്ട്, പിന്നെ കാരസേവയുണ്ട്. ഞാൻ മേടിച്ച് വെച്ചോ ഇരിപ്പുണ്ട്. ഇത് ചേച്ചാ മിനി ഞാൻ കൊണ്ടുവന്നല്ലേ. നോക്കി എന്താണ് ഇത്? ചായ വെള്ളമോ? ചായ വെള്ളം ആണ്, ചായ വെള്ളം. ഇതേ കുട്ടി എവിടെ പോവാ? എവിടെ പോവാ? കൊടികുത്തി ഒരു അമ്മയുടെ കൂട്ടുകാരിയുടെ മകളുടെ 28 തന്നെ പോണോ? അല്ല, മമ്മി അവിടെ ഉണ്ട്. ഉണ്ടോ? എനിക്ക് തോന്നി അവിടുന്നേ വന്നപ്പോഴേ അവളെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എന്തേ അവൾ ഈ സമയം സ്കൂളിൽ പോയിട്ട് വരുന്നല്ലേ. ശ്യാമളമ്മ അന്നനടയിൽ നടന്നുകൊണ്ട് വരുക. ശാമ്പൂടെ വണ്ടി വരാറായി. ബാലിക്ക പേടിയാ, മാറിയിടണേ. സത്യം പറഞ്ഞ ഇതിനെ കൂടെ നടക്കാൻ ഭയങ്കര പേടിയാണ്. കാരണം കുറച്ച് ഇടയേ ഉള്ളൂ, 100 വണ്ടിയും വരും, അതിനിടയ്ക്ക് നമ്മളും പെടും. അമ്മേ സൈഡിൽ കൂടെ മാറി നടന്നോണം. ഓക്കേ. ശാംഭവിനെ വിളിച്ചോണ്ടിരാന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്യാമളമ്മ ഉണ്ടല്ലോ. പോയി കയറാൻ നോക്കും. വാളാം വീതം ശാംഭവിയുടെ വീതം ശാംഭവി വർത്താനം പറയും, ജയയുടെ ജയ വിളിക്കും, ശ്യാമളമ്മയുടെ പറയും. അതുകൊണ്ട് എപ്പം വരുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ 7 മണിയാവുമായിരിക്കും ഇന്ന്. അമ്മായി പോയടി കുഞ്ഞേ, അമ്മായി പോയി. ഇതാ അമ്മ, അതെല്ലാം ഇതാ ഞാൻ പിടിച്ചോളാം. അല്ല, ആ കൂടിങ്ങിതാ. അതോ, അതാണ് ബ്ലൂബെറിയുടെ മിഠായി. ഓക്കെ, ബായ് എൻ്റെ ഉണ്ട്, അത് മതി. അമ്മ ഇന്ന് ക്ലാസ് ഉണ്ടോന്നോ? നാളെ. കൊച്ചു തന്നെയാണല്ലോ കഴിക്കുന്നത്, പിന്നെ എങ്ങനെയാ? ഏതാ? ആ ഉഴുന്ന് തീർന്നു. ഇനി ഉഴുന്ന് എന്നാ കടിച്ചു തിന്നരുത്. കടിച്ചു തിന്ന സാധനമാണോ? ഉണ്ടായിരുന്നോ? പീറ്റിയും ബീറ്റിയും ഓറ്റിയും ഉണ്ടായിരുന്നു അല്ലേ? പിന്നല്ലാതെ. എന്തോ അവിടെ നിൽക്ക, കയറിപ്പോ. ഇല്ലില്ല, അമ്മ എല്ലാം ഉറക്കവാ. അമ്മ രാവിലെ എണീക്കുന്നതാ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം അമ്മ ഇപ്പോൾ കിടന്നുറങ്ങും. വേണ്ട വേണ്ട, നേരത്തെ നോക്കിപ്പോക്കെ. നിശാമ്മ ഉറങ്ങുവാ. വാ. അയ്യോ കണ്ടോ ഇങ്ങനെയാണ് ഇപ്പൊ കണ്ടോ അമ്മ? ഇപ്പൊ കഴിഞ്ഞ ദിവസം വീണപ്പോൾ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. പതിയെപ്പൊക്കെ ശംഭു
ശ്യാമളമ്മയുടെ കൈ പിടിച്ച് പതിയെ കയറിപ്പോക്കെ. ക്ലാസ് നാളെ ഉണ്ട്. ഉണ്ട് ആൻറ്റി ഇല്ലെന്ന് പറഞ്ഞോ? ഇന്ന് ക്ലാസ് കഴിഞ്ഞല്ലേ വന്നത്? ഇന്ന് ക്ലാസ് ഉണ്ടോ? ക്ലാസ് ഇനിയിപ്പോ രാത്രി ക്ലാസ് ഉണ്ടോ? അമ്മ ക്ലാസ് ഉണ്ടോ ജയമേ? ക്ലാസ് ഉണ്ടോ? ഇല്ല, ഇന്ന് ക്ലാസ് ഇല്ല, നാളെ ഉണ്ട്. ഇന്നിപ്പോൾ രാത്രിയും ക്ലാസ് ഇല്ല. ഈ സമയം നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. പിള്ളേരൊക്കെ അവന്മാരൊക്കെ ഇവിടെ തലേദിവസം മഴ പെയ്തിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ ഒരു തെളിവില്ലേ, അത് നല്ല രസമാണ് ഇവിടെ കാണാൻ. പിള്ളേർ ഇവിടെ ഇരുന്നോണ്ടല്ലേ ഇതാകുന്നതിന് മുമ്പ്. പിള്ളേർ ഇവിടെ അല്ല, പിള്ളേർ ഇതിലെ കൂടെ കയറും. ഇതിലെ നമ്മൾ ഇതിലെ കൂടെ കയറി പറമ്പിൽ കൂടെ കയറി നമ്മുടെ വീട്ടിലെ കൂടെ പോകുമായിരുന്നല്ലോ നേരത്തെ. ഇത് കെട്ടി പിന്നെ അല്ലേ അവിടെ നിൽക്കുക, ഞങ്ങാൻ വരുന്നു. പറവൊക്കെ ഉണ്ട് അവിടെ നിൽക്കുക. പാങ്ക് വിളിക്കുന്നു. അമ്മേ അമ്മ എത്രയായെന്നറിയാവോ? പാവൻ്റെ കൊച്ച് 4 മണിക്ക് അങ്ങോട്ട് വിടുന്നാന്ന് തോന്നുന്നു. 4 മണിക്ക് മുന്നേ അങ്ങോട്ട് വിടുന്ന. നമ്മൾ വരുമ്പം വീട്ടിൽ കയറി വരുമ്പോൾ ഏകദേശം ഒരു 6-6:15 കഴിയും. അവിടെ നിൽക്കും മോനെ, അമ്മ വരാം. അവൾ തന്നെ പോട്ടെ അല്ലേ, പോകുന്നതിന് കുഴപ്പമില്ല. ഒരു വീട്ടിലോട്ട് കയറണ്ടേ. പൊക്കോ ഇതേ വടിയേ. വടി ഭയങ്കര പേടിയാണ്. വടി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഡീസലാണ്. ശ്യാമളം അതേ പുറകെ വരുന്നുണ്ട്. ആടി തൂങ്ങി. രഹസ്യമായിട്ട് ചോദിക്കും കണ്ടോണേ. ഞാൻ പറഞ്ഞു. കണ്ടോ പല്ലെടുത്തോ? ഇതേ അമ്മയ്ക്ക് പല്ല് വയ്യ, പല്ലെടുത്തിട്ട് വാ. ഇതേ പുറകെ ആള് വരുന്നുണ്ട് സംസാരിക്കാൻ. ഞാൻ വാ. ഇതേ ഭയങ്കര അമ്മയ്ക്ക് വയ്യോ, പല്ല് വയ്യന്ന്. ലാഞ്ചനില്ല. കഴിച്ചു. രാവിലെ ഇടിയപ്പോ മുട്ടക്കറി ആയിരുന്നു എന്നോട് പറഞ്ഞു. പൊക്കോ ആളെ കിട്ടി, ഞാൻ പോവാന്ന് പറഞ്ഞു. സോയി സ്കൂളിൽ പോയാ പൊന്നുവേ? ഇവിടെ ഇല്ലാരോ നിങ്ങളാരും? പൊന്നു അച്ഛ വന്നില്ല. അച്ഛ വന്നില്ല. ഉണ്ടെങ്കിൽ ഇവിടെ ഓട്ടോ കാണത്തില്ല. ഇടിയപ്പോ മുട്ടക്കറി. ശരി ചോറ് വെച്ചോ? ചോറ് വെച്ചു. കറി സാമ്പാർ. പറഞ്ഞ എന്നോട് ഇല്ല. എന്നാ സാമ്പാറാന്ന് വെച്ചാ പിന്നെ എന്തോ സാമ്പാറായിരിക്കും. സാമ്പാറാ എന്താ കപ്പളങ്ങ. വീടല്ലേ. ഷാപ്പിലൊക്കെ അറിയോ? അവിടെ നിൽക്കാം. എൻ്റെ അപ്പൻ അവിടെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. ഒന്നും കാണത്തില്ല. ആര്? ശ്യാമളമ്മയില്ലേ? കാണും. വർത്താനം പറഞ്ഞു കാണും. സിംബ ഷാമ്പോയി വിളിച്ചോണ്ട് വാ. സിംബ ഷാമ്പോയി. സിംബ യെസ്. സിംബ യെസ്. സിംബ ബാ ബാ ബാ. എന്തി ശ്യാമളമ്മ? എന്തി ശ്യാമളമ്മ? നീ പോരെ, അവനോട് നിന്നെ വിളിക്കാൻ വന്നാ. ഇന്ന് സിംബായ വിളിക്കാം. അയ്യോ ഒന്നും കാണത്തില്ല.
കുറ്റാക്കൂരിട്ട് ഈ അവള് ചവിട്ടി അതിനെ കേട്ടോ. ആ അതല്ലേ കാറിയ ലൈറ്റ് ഇടേ. സമയനായി സമയനായെന്ന്. ഓ 6:05 നല്ല ഇരുട്ടി. ഞാൻ ചേട്ടനോട് വർത്താനം പറഞ്ഞില്ലേ അത് ആ മക്കള് കൊള്ളാം കൊള്ളാം. അയ്യോ അവിടെ ഓടി വരുമായിരുന്നു. പോടാന്ന് അല്ലേ ഓടിയിടിയാനെ എന്നടാ മാറ്റുന്നുണ്ടോ അവിടെ അത്ര നേരം കൊതു കടിച്ച് പൊട്ടിച്ചെന്നെ എന്നാ കൊതുവാ സൂചി കൊണ്ട് ഊത്തുന്ന പോലെ